ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. നമ്മളൊക്കെ കസവ് സാരി ആയാലും കസവ് മുണ്ടൊക്കെ വാങ്ങിയിട്ട് ഉപയോഗിച്ചതിന് ശേഷം കഴുകി കഴിഞ്ഞാൽ അതങ്ങ് ചവിണ്ട് അതിൻ്റെ ആ ഒരു തനിമ നഷ്ടപ്പെട്ടു പോകാറുണ്ട് അല്ലേ? പക്ഷേ എങ്കിൽ നമ്മൾ ഈ കഴുകുന്ന സമയത്ത് ഈ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർത്തിട്ട് കഴുകുകയാണെങ്കിൽ എത്ര കാലം കഴിഞ്ഞാൽ ആ ഒരു പുതുമ നഷ്ടപ്പെടാണ്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയും. നമ്മൾ ഇതിന് മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, കേരള സാരി എങ്ങനെയാണ് നമ്മൾ സൂക്ഷിച്ചു വെക്കേണ്ടത് എന്ന്, വർഷങ്ങളോളം ചീത്തയാകാണ്ട് നല്ല പുതുമയോടുകൂടി ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ ആ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഉടനെ തന്നെ ഇങ്ങനൊരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് എന്ന്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു നോക്ക്. വളരെ ചെറിയ ഒരു വീഡിയോ ആണ്, പക്ഷേ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒന്നാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഇത്രയും വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ എല്ലാവരിലേക്ക് എത്തിക്കാനായിട്ടൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. നമ്മളെല്ലാവരും ഇതുപോലെ കേരള സാരി ആയാലും മുണ്ടായാലും വാങ്ങി ഒരു പ്രാവശ്യമൊക്കെ ഒന്ന് കഴുകി കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു പുതുമ, അല്ലെങ്കിൽ നമ്മുടെ കേരള സാരി എന്ന് പറയുന്നത് ഓഫ് വൈറ്റ് ആണല്ലോ, അതിൻ്റെ ആ ഒരു കളറൊന്നും മങ്ങി വരാറുണ്ടല്ലേ. അപ്പം ഈ ഒരു സൂത്രം നിങ്ങൾ പ്രയോഗിച്ച് നോക്കൂ. കഴുകുന്ന സമയത്ത് എന്നും ആ ഒരു മുണ്ടായാലും കസവ് സാരി ആയാലും നല്ല പോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയും. അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് 1 ലിറ്ററോളം ഇളം ചൂട് വെള്ളത്തിലേക്ക് അരമുറി നാരങ്ങയുടെ നീരാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഇത്തരത്തിലുള്ള ഡ്രസ്സുകൾ കഴുകുന്ന സമയത്ത് നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അഴുക്കും കറയും ഒക്കെ പെട്ടെന്ന് പോയി കിട്ടും. പിന്നെ ഞാൻ ഇതിലേക്ക് എടുക്കുന്നത് ഷാമ്പു ആണ് കേട്ടോ. ഒരു പൗച്ച് ഷാമ്പു ഞാൻ എടുത്തിട്ടുണ്ട്. ഒരിക്കലും കേരള സാരി നമ്മൾ കഴുകുമ്പം ഡിറ്റർജൻറ്റോ അതുപോലെ സോപ്പോ ഉപയോഗിക്കരുത്. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് പത വന്നതിന് ശേഷം നമ്മൾ കഴുകാൻ എടുത്ത് വെച്ചിരിക്കുന്ന തുണി ഇതിലേക്ക് മുക്കി വെക്കാം. ഒരു 5 മിനിറ്റ് നേരം മാത്രം ഇതിലേക്ക് മുക്കി വെച്ചാൽ മതി. ഇത്തരത്തിലുള്ള കൈത്തറി തുണികളൊന്നും ഒരുപാട് നേരം സോപ്പ് വെള്ളത്തിൽ മുക്കി വെക്കരുത് കേട്ടോ. നമ്മുടെ കേരള സാരിയൊക്കെ ഒരു ഹാൻഡ്ലൂം പ്രോഡക്റ്റ് ആണല്ലോ. അപ്പം നമ്മൾ വീര്യം കൂടിയ ഡിറ്റർജൻറ്റിലോ സോപ്പിലോ ഒക്കെ മുക്കി വെക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു സ്വാഭാവികമായിട്ടുള്ള ഭംഗി നഷ്ടപ്പെട്ടു പോകും. ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ നല്ലതുപോലെ ഒന്ന് കുത്തിപ്പിഴിഞ്ഞ് കൈ ഉപയോഗിച്ച് തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ആ ഒരു ഷാമ്പൂവിൻ്റെ പതയൊക്കെ പോകാനായിട്ട് 2-3 വെള്ളത്തിൽ നല്ലതുപോലെ കഴുകിയെടുക്കുന്നുണ്ട്. ഒരിക്കലും പിഴിഞ്ഞെടുക്കരുത് കേട്ടോ. ജസ്റ്റ് നമ്മൾ ആ ഒരു വെള്ളം ഒന്ന് മാറ്റിയെടുക്കുക മാത്രമേ ചെയ്യാവൂ. കഴുകിയെടുത്തതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ആ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നത്. അതിനായിട്ട് 2 ലിറ്ററോളം വെള്ളത്തിൽ 1/4 ഗ്ലാസ് കട്ടൻ ചായയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതിലേക്ക് പഞ്ചസാര ഇടാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ വളരെ കുറച്ച് തേയില മാത്രമേ ഉപയോഗിക്കാവൂ. ലൈറ്റ് ആയിട്ടുള്ള കട്ടൻ ചായയാണ് കേട്ടോ നമ്മൾ എടുക്കേണ്ടത്. പിന്നെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാനായി 1 ടേബിൾ സ്പൂണോളം കംഫർട്ട് കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒക്കെ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു കളറായിരിക്കും കേട്ടോ കിട്ടുന്നത്. ഇനി ഇതിലേക്ക് വേണം നമ്മൾ കഴുകി വെച്ചിരുന്ന നമ്മുടെ കേരള സാരി മുക്കി കൊടുക്കാനായിട്ട്. ഇത് എനിക്ക് പറഞ്ഞു തന്നത് നമ്മുടെ വീട്ടിൽ പണ്ടൊക്കെ നമ്മുടെ തുണി അലക്കാനായിട്ട് വരുന്ന അലക്കുകാരുണ്ടല്ലോ, അവർ ഈ ഒരു രീതിയിലാണ് ഇങ്ങനെ മുണ്ടും കസവ് സാരിയൊക്കെ കഴുകിയെടുക്കുന്നത്. ഇനി ഇത് ഒരുപാട് നേരമൊന്നും ഈ വെള്ളത്തിൽ മുക്കി വെക്കരുത്. കൂടിപ്പോയാൽ 2-3 മിനിറ്റ് മാത്രം. അതിനുശേഷം നമുക്ക് വെള്ളം മാറ്റിയെടുക്കാം. നേരത്തെ പറഞ്ഞതുപോലെ വെള്ളം പിഴിഞ്ഞെടുക്കരുത് കേട്ടോ. ജസ്റ്റ് ഒന്ന് മാറ്റി എടുക്കുകയേ ചെയ്യാവൂ. അതിനുശേഷം നല്ലതുപോലെ വിടർത്തി തണലത്തിട്ട് ഉണക്കിയെടുത്ത് നമ്മൾ അയൺ ചെയ്തിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ എത്ര കാലം കഴിഞ്ഞാലും നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു പുതുമയോട് കൂടി തന്നെ നമ്മുടെ കേരള സാരി ആയാലും മുണ്ടായാലും നമുക്ക് വീണ്ടും വീണ്ടും ഉപയോഗിക്കാനായിട്ട് കഴിയും. നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള കേരള സാരിയും അതുപോലെ തന്നെ മുണ്ടുമൊക്കെ നമ്മൾ എങ്ങനെയാണ് കെയർ ചെയ്യേണ്ടതെന്നുള്ളൊരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ പട്ടുസാരി വാങ്ങുന്ന സമയത്ത് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും പട്ടുസാരി എങ്ങനെ സൂക്ഷിക്കാമെന്നുള്ള ഒരു വീഡിയോയും കൂടി അപ്ലോഡ് ചെയ്തിരുന്നു. എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്യാൻ കേട്ടോ. താല്പര്യമുള്ളവർക്ക് അത് കണ്ടു നോക്കാവുന്നതാണ്. അത്യാവശ്യം നല്ല റെസ്പോണ്ട് കിട്ടിയിട്ടുള്ള വീഡിയോസുകളാണ്. അപ്പോൾ അതേ നമ്മൾ ഉണക്കി എടുത്ത് കൊണ്ടുവന്ന നമ്മുടെ മുണ്ടാണ്. എത്ര പെർഫെക്റ്റ് ആയിട്ടിരിക്കുന്നു നിങ്ങൾ നോക്കിക്കേ. ഒട്ടും തന്നെ അഴുക്കോ കറയോ ഒന്നും തന്നെ ഇല്ല. അതുപോലെ തന്നെ ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ള കളറും നഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിട്ടുണ്ടല്ലോ. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഈ ഒരു രീതിയിൽ കഴുകി ഉണക്കി നോക്കൂ. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. ഒപ്പം തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. കൂടാതെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യുന്ന ടൈമിൽ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കില്ലല്ലോ. വീണ്ടും നമുക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.